ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാൻ 8ാമത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ എണീറ്റതിന് ശേഷം കുറച്ച് സമയം ഓതലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെയാണ് പണികളൊക്കെ തുടങ്ങൽ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ ഇതാ മുറ്റടിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിക്കാണ്ടിരിക്കാൻ കഴിയില്ല. കാര്യം മാങ്ങ ഇപ്പം മാവിൻ്റെ പൂവല്ല, മാങ്ങ നിറച്ചിങ്ങനെ വീണ് കിടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിറയും കേട്ടോ. കാരണം നല്ല ചൂടല്ലേ, അതുകൊണ്ട് നന്നായിട്ട് മാങ്ങ പൂത്തിട്ടുണ്ട്. പക്ഷേ അത്രയും തന്നെ തൊയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. പിന്നെ നനക്കൽ ഇപ്പം നല്ല പാടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പകൽ നനക്കാനേ കഴിയില്ല. കാരണം നമ്മൾ എണീക്കുന്ന സമയത്ത് അത്യാവശ്യം വെയിൽ 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വെയിൽ കൊണ്ട് നിന്നാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം പോലെ തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ നനക്കൽ രാത്രി തറവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് നനക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കിടക്കാനാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ആശ്വാസമാവുകയും ചെയ്യും. പിന്നെ നമ്മൾ വെയിലിൻ്റെ ആ പ്രശ്നം ഉണ്ടാവുകയില്ല. ഞാൻ ഓസിലും കുറച്ച് പിടിച്ചു കൊടുക്കും. പുല്ലും എല്ലാം നനച്ച് വരണ്ട, ചെടികൾ മൊത്തം ഇപ്പം എല്ലാ ദിവസവും എല്ലാ പ്ലാന്റ്സും നനക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. നല്ല ചൂടല്ലേ, അകത്തിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന് വരെ ശരിക്കും വെള്ളം ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ പ്ലാന്റൊക്കെ പോയി പോട്ടോ. അപ്പം അങ്ങനെ രാത്രിയാണ് ഇപ്പം നമ്മളെ നടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തിരക്ക് വരുമ്പോഴാണ് ആ ഓർഡർ അങ്ങ് തെറ്റിപ്പോവുക. ഇപ്പോൾ കറക്റ്റ് ആ ഇതിലിങ്ങനെ പോകുന്നുണ്ട്. റഫീക്ക ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടും നനക്കും. കാരണം ആന്തൂറിയൊക്കെ ശരിക്കും 2 നേരം നനക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു 2 ദിവസം നനക്കാണ്ടായി പോയപ്പോൾ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറ് വരാൻ തുടങ്ങി അവിടെ ആയിട്ട്. ഇപ്പം വീണ്ടും നല്ല പച്ചപ്പായിട്ടാണ്. കാര്യം നമ്മൾ അത്രയും കണ്ട് നനക്കുന്നുണ്ട്. ഡെയിലി എന്ന് പറയുന്ന പോലെ തന്നെ നനക്കുന്നുണ്ട്. ആന്തൂറിയും മസ്റ്റായിട്ടും 2 നേരം നനച്ച ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കുള്ളൂ കേട്ടോ. അത് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലെ പ്ലാന്റിനും ഒന്നും പ്രശ്നമൊന്നുമില്ല, അവരവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് അതിൽ നിന്ന് നല്ല വെള്ളം ഒഴിക്കുക. അതിൽ നിന്ന് പോട്ട് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് രാത്രിയിൽ വെള്ളം ഒഴിച്ചിട്ട് പുറത്ത് വെക്കും. രാവിലെ അതെടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെക്കുകയൊക്കെ ചെയ്യുക. എന്നും വേണ്ട, ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയും. സിറ്റ് ഔട്ടിലായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നിൽക്കും കേട്ടോ. സിറ്റ് ഔട്ടിലായത് കാരണം നല്ല വെള്ളം വലിഞ്ഞു പോകുന്നുണ്ട് ശരിക്കും, അത്രയും ചൂടല്ലേ. അപ്പം അങ്ങനെ. അപ്പം ഇനി എൻ്റെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. ബീഫ്, ചിക്കന് എല്ലാം നമുക്ക് കറി വെക്കാനുള്ളതും സ്നാക്സിനുള്ളതും എല്ലാം ഐസായിട്ട് കിടക്കല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് ഈ ഒരു സമയമാണ് കേട്ടോ. ഞാൻ അടിച്ചു വരുമ്പോഴൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഇന്നെന്താ ഉണ്ടാക്കുക, എന്താ ഏതാന്നൊക്കെ. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചുള്ളത് ഈ ഒരു സമയത്ത് പുറത്തെടുത്ത് വെക്കും. എല്ലാം കഴുകിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് കഴുകാനൊന്നും ഉണ്ടാവില്ല. എന്നാലും ഐസ് വിട്ട് പോയാൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വെക്കൽ കേട്ടോ. അപ്പം ഇങ്ങനെ ഐസാക്കി വെച്ചാലല്ലേ അതായത് നമ്മൾ എന്താണോ മീറ്റും അത് നികക്കെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വെക്കണം കേട്ടോ. കഴുകാണ്ട് വെക്കരുത്. കാരണം ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ഇത് നമ്മൾ എത്ര കഴുകിയാലും പിന്നീട് പോകില്ല. ഐസ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് തിരിച്ച് നമ്മൾ വെച്ച അതേ ഫ്രഷ്നെസ്സോടെ നമുക്ക് തിരിച്ച് എടുക്കുമ്പോഴും കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി കുറച്ച് വെജിറ്റബിൾസ് ഇന്ന് എനിക്ക് കുറച്ചധികം സ്നാക്സ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറയാം കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം സവാളയും വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തണുപ്പ് വിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാനൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആയിട്ട് വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. എൻ്റെ കുളിയും നമസ്കാരവും ഓതലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ.
അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ചിക്കന് വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുക്കിംഗ് മാത്രം, വേഗം വേഗം കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇന്ന് 2 സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയില്ല അതൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റോട്ടിപ്പൊടിയാണ് എടുക്കുന്നത്, പച്ചവെള്ളത്തിൽ കുഴക്കുന്നത്. നിങ്ങൾക്ക് ഇതേ സംഭവം ഇത് റോട്ടിപ്പൊടി ആയതുകൊണ്ട് എനിക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തിരിപ്പൊടിയില്ല, നമ്മൾ പത്തിരിക്ക് വാട്ടൂല്ലേ അതുപോലെ വാട്ടിയെടുത്തിട്ടും ചെയ്യാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാര്യം ഞാൻ പത്തിരിപ്പൊടികൾ വാട്ടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ 4:30 ആയില്ലേ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ. പിന്നെ കുറച്ച് കൂടുതൽ നമ്മൾ എന്നത്തെയും പോലെയല്ല, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഈ പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉരുട്ടലും പരത്തലും ഒക്കെ പെട്ടെന്ന് കഴിയും. ഇങ്ങനെ ഒട്ടലും പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ റൊട്ടിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് പാകത്തൊരു കുഴവിൽ കുഴച്ചെടുക്കട്ടെ. മറ്റേതാണെങ്കിൽ പത്തിരിക്ക് പൊടി ആക്കുന്ന പോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് 1 കപ്പ്, ഇപ്പോൾ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ 1 കപ്പ് തേങ്ങ, ഒരു 2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു സവാളേൻ്റെ ഒരു 1/4 ഭാഗം, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഭയങ്കരമായിട്ട് അരിയേണ്ട, ഒരു 1/4 ഭാഗം ഒന്ന് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇതേപോലെ തന്നെ നിങ്ങൾ പത്തിരിപ്പൊടി വാട്ടിയെടുക്കുക, അതിലേക്ക് തേങ്ങ, ജീരകം, ഉള്ളി മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടില്ലേ അബ്ബാസില്ലേ, അതായത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളെ കിട്ടിയ അപ്പോൾ ഓളിന്ന് പിന്നെ അബ്ബാസിൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോവാണ് കേട്ടോ, കുവൈത്തിലേക്ക് പോവാണ് ഓളും മക്കളും 2 മക്കളും. അപ്പോൾ ഓനക്ക് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. ഇപ്പം വേഗം ആക്കിയെടുക്കേണ്ടതുണ്ട്. രാത്രിയാണ് അവർ പോകുന്നത്, പക്ഷേ നമ്മൾ തറാവിക്ക് ഒക്കെ പോകില്ലേ, തറാവി നിസ്കരിക്കാനൊക്കെ കയറൂലേ. അപ്പോൾ പിന്നെ ആ ഒരു സമയം മഗ്‌രിബാകുമ്പോഴത്തേക്ക് നമ്മളെ കുക്കിംഗ് എല്ലാം തീരണ്ടേ, അതുകൊണ്ടാട്ടോ. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം നാളെയാണ് അവരവിടെ എത്തുക. അപ്പോൾ പിന്നെ മസാല ഒന്നും കേടാക്കി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ രാവിലെ തന്നെ ആക്കാതെ വൈകുന്നേരം തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അത്രയും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളിന്നൊരു വെറൈറ്റി സമൂസ ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു വെക്കുക. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാ നമുക്കൊരു 10-15 സമോസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 സവാള എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 സവാളയിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സവാള ജസ്റ്റ് ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആവുന്നു വേണ്ട, എന്നാലും ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ ഇപ്പുറത്ത് ഇതാ മറ്റൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ അരിമാവിൽ ആക്കിയെടുക്കുന്ന മസാലയില്ലേ, അപ്പോൾ അതാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് അധികം വേണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അതിലേക്ക് പച്ചമുളക്, എരിവിനായിട്ടുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതാണെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുക, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി അപ്പോഴത്തേക്കും നമ്മളെ മറ്റേ മസാലയല്ലേ സമൂസേൻ്റെ, അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സവാള അത്രയായാൽ മതി, ചെറിയൊരു പിങ്ക് കളർ വന്നാൽ മതി. നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ചിക്കനിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ ഞാനിപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറഞ്ഞ അളവിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ കുറച്ചധികം തന്നെ നിങ്ങൾക്ക് കാണാം, കുറച്ചധികം തന്നെ ഞാൻ മസാല ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അളവെല്ലാം വ്യത്യാസപ്പെടുത്തുക. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് എല്ലാം കൂട്ടിയെടുക്കുക. ചിക്കനും ഒരു അളവിലെടുക്കുക കേട്ടോ. ചിക്കൻ ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകരുത്, എന്നാൽ ഇത് വെജിറ്റബിൾസിൻ്റെ അത്രയും തന്നെ ചിക്കൻ്റെ ആവശ്യമില്ല. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഇത്ര തന്നെ ചിക്കൻ മതി. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള സവാളയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം.
പിന്നെ ഇതാ ഇപ്പോൾ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ചിക്കനും സവാളയും ഈ വെജിറ്റബിൾസും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിലേക്ക് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ നമ്മൾ ഉപ്പേരിക്കൊക്കെ ആക്കുന്ന പോലെ കുക്കായിട്ട് വരരുത് കേട്ടോ, അത്രയും മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ മറ്റേ മസാലയില്ലേ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ. അപ്പോൾ ഇത് കണ്ടോ പെട്ടെന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇൻഡസ് വാലീൻ്റെ പാനാണ് ഇട്ടത്, സ്റ്റീലിൻ്റെ കടായിയാണ്. 3 ലെയർ കോട്ടിങ് ആട്ടതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്ന പോലെ കേട്ടോ, അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. നമ്മളെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ ബീഫ് സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കണേ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡി ആയി കിട്ടും കേട്ടോ. ഇത് അരിമാവിൽ നിറക്കാനുള്ള മസാലയാണേ. അപ്പോൾ അതവിടെ സെറ്റാണ്. ഇനി നമ്മളെ സമൂസേൻ്റെ ഫില്ലിങ് അതിതാ ജസ്റ്റ് കുക്കായി, ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരുപാട് കുക്കാക്കരുത് കേട്ടോ, കാരണം നമ്മൾ ഇനിയും അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും അളവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ മൈദപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തോ കേട്ടോ. നമ്മളത് വറ്റിച്ചെടുക്കുന്നുണ്ട്, എന്നാലാണ് ആ മൈദയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. കാരണം ആ മൈദ കുക്കായിട്ട് വരണം കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, ടൈറ്റും ആയിട്ട് വരും കേട്ടോ. ആ കുക്കായതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഞാനൊരു 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു വെറ്റായിട്ടുള്ള ഒരു മസാല ആവരുത്, ഡ്രൈ ആവണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമൂസേൻ്റെ ഫില്ലിംഗ് അല്ലേ, നനവ് വന്നാൽ സമൂസ എണ്ണ കുടിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ സമൂസയെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തേ. നമ്മൾ എണ്ണയിൽ പൊരിക്കുന്നതല്ലേ എന്ന് ചിന്തിക്കണ്ട കേട്ടോ. ഞാനിത് ചുട്ടെടുക്കുന്നുണ്ട്, ആ രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസേൻ്റെ ഫില്ലിങ് നല്ല ടൈറ്റായിട്ട് വരുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ 2 മസാലയും സെറ്റാണ്. ഇനി നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇറച്ചിക്കായി, മീൻ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മീൻകായി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, മാവ് എടുത്തിട്ട് കുറച്ച് മസാല, നല്ല ടേസ്റ്റുള്ള മസാലയായിട്ട്, നല്ല ബീഫിൻ്റെ മസാല. ചിക്കനിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, ഫിഷിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം മാവ് വെച്ച് മസാല ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. അതെല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് എനിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ ഒരു നാടൻ റെസിപ്പിയും ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി, ഒരു മോഡേൺ റെസിപ്പിയും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. ഈ ഗൾഫിലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ നാടൻ സംഭവങ്ങളോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അവർ അത് കഴിക്കാതിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. പിന്നെ സമൂസ ഒന്നധികം സ്പൈസിയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, അധികം നല്ല ഒട്ടും എരിവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സമൂസയും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുൾ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് 2 പാത്രത്തിലായിട്ട് ആവിയിൽ അടിയിൽ വെള്ളമുണ്ട് കേട്ടോ, ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ആ ഒരു സമയം നമുക്കിനി സമൂസേൻ്റെ മസാലയും കൂടെ ഒന്ന് ഷീറ്റിലൊന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അതൊക്കെ ഞാൻ സമൂസ ഫോൾഡ് ചെയ്യുന്നതൊക്കെ മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ എളുപ്പത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനത് അതിൻ്റെ എൻഡിൽ കുറച്ച് പച്ചവെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് മൈദേൻ്റെ മിക്സ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കുക. പച്ചവെള്ളം ആയാലും നന്നായിട്ട് തന്നെ നിൽക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈദ മിക്സാക്കി ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ സാധാ നമ്മൾ സമൂസ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്യാൻ സാധാ നമ്മുടെ സമൂസേൻ്റെ മസാലയില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. നമുക്കൊരു പിടുത്തം കിട്ടും. അത് നല്ലൊരു കട്ടിക്കുള്ള മസാലയല്ലേ ഉള്ളത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുള്ള മസാല കേട്ടോ. ഇത് നിങ്ങൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ, നിങ്ങളെ ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സമൂസയാണ് കേട്ടോ. സമൂസ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളെ റമദാനിൽ, നമ്മളെ ഇഫ്താറിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയായിരിക്കും.
അപ്പോൾ അതവിടെ രണ്ടും റെഡിയാക്കി വെച്ചു. ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്കും കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 3 ടീസ്പൂൺ റാഗിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട്, 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം കൂടെ ചേർത്തിട്ട്, പൊടി ചേർക്കുന്നതിനനുസരിച്ച് 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ വെള്ളം ചേർത്തിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് റാഗി വേവിക്കാൻ അറിയില്ലേ, ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് അത് കുക്കായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരട്ടെ. എന്നിട്ടൊരു നമ്മളൊരു ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്ന, ഒരു ജ്യൂസ്, ഒരു ഷേക്ക് എന്നൊക്കെ പറയും, ഹെൽത്തി ഡ്രിങ്ക്, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ റാഗി നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹെൽത്തി ആവില്ല എന്ന് മാത്രം. പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമ്മൾ അതൊന്ന് ജ്യൂസാക്കി എടുക്കുക. പാലും വെള്ളവും കൂടെ മിക്സാക്കി ഒഴിച്ചിട്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി കളറിൽ നല്ല അടിപൊളി ഷേക്ക് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാര ആണെങ്കിൽ അങ്ങനെ ഇട്ടോട്ട്, നമുക്കിപ്പോൾ വേണ്ടാത്തതുകൊണ്ടാണ് അങ്ങനെ. ഇനിയിപ്പോൾ പഞ്ചസാരയും ഡേറ്റ്സും ഒന്നും വേണ്ടാത്തവർക്ക്, കാരണം മധുരം ഷുഗറൊക്കെ ഉള്ളവർക്ക് അതും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രണ്ടും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് എന്ത് ജ്യൂസാണെന്ന് നിങ്ങൾക്ക് പറയാനേ പറ്റില്ല, അത്രയും ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ നമ്മളെ മെയിൻ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് നമ്മളെ പാലപ്പം, വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനേക്ക് വേണ്ടി ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു, പച്ചവെള്ളം. 2 കപ്പ് നമ്മളെ പച്ചരിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുത്തു. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒരു 2 കപ്പിലേക്ക് 1 കപ്പ്, അരക്കപ്പിൻ്റെ അളവാട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത, 1 കപ്പ് തേങ്ങാ ചിരകി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നു ഒരു അരമണിക്കൂർ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് നല്ല പൊങ്ങി റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. നമ്മൾ ചോറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നല്ല സോഫ്റ്റ് പാലപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അരമണിക്കൂർ കൊണ്ട് നമ്മൾ പൊങ്ങി നല്ല അടിപൊളിയായി കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ 2 പീസ് ചേർത്ത് കൊടുത്തു. 3-4-5 വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം, ഒരു സവാള, കുറച്ച് മല്ലിയില, ഒരു 8-10 കാഷ്യൂനട്ട്, ഒരു 2 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 എരിവിനായിട്ടുള്ള പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്താൽ അത്രയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പാലിന് പകരം പുളിയില്ലാത്ത കട്ടത്തൈരില്ലേ, അതും യൂസ് ചെയ്യാം കേട്ടോ, പുളി പാടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളൊരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയില്ലേ, അത് ഉലുവയില്ല, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ ചിക്കൻ കോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. തലേ ദിവസമൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ ഭയങ്കര നല്ലതാണ്. ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ചിക്കനൊന്ന് മസാല പുരട്ടി വെച്ചാൽ നന്നാവും കേട്ടോ. ടേസ്റ്റ് നല്ല ചിക്കനിലേക്കൊക്കെ മസാല പിടിച്ച് നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അപ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. 1 മണിക്കൂറെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പാലപ്പത്തിൻ്റെ മിക്സ് ഇല്ലേ, വെള്ളപ്പത്തിൻ്റെ മിക്സ്, അത് ഞാനിപ്പോൾ നോർമൽ കൗണ്ടർ ടോപ്പിൽ വെക്കുക ചെയ്തത്. നിങ്ങൾ തണുപ്പുള്ള ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ ഒരു കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഈ മാവ് ആക്കിയ പാത്രമല്ലേ, സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രത്തിലാക്കിയിട്ട് അതിൽ അടച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് വെക്കുകയാണെങ്കിലേ 1/2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ടുള്ള 1/2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ആയിക്കോട്ടെ. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സാധാ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളെ ചിക്കൻ പീസസ് മാത്രം, ഗ്രേവി ഇടണ്ട, ചിക്കൻ പീസസ് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒരു ഭാഗവും 2 മിനിറ്റ് അപ്പുറത്തെ ഭാഗവും കൂടെ ഒന്ന് മുരിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒരുപാട് കളർ ചേഞ്ച് ആവരുത്. ഈ ഒരു രീതിയിൽ ആയിട്ട് വരുമ്പോൾ നമ്മളെ മസാല മൊത്തം ഇല്ല, ആ ഗ്രേവി മൊത്തം അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ചിക്കനൊന്ന് നമ്മൾ മര്യാദയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ലല്ലോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മളെ ഗ്രേവി ഒരു അഫ്ഗാൻ ചിക്കൻ എന്നൊക്കെ പറയാം,
റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനൊരു അരക്കപ്പും കൂടെ ഒരു 1/4 കപ്പും കൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം അവോയ്ഡ് ചെയ്യുക. അതിന് പകരം പാല് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കുറുക്കൽ ആവശ്യമായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചെയ്ത് കൊടുത്തോണ്ട് തിക്കായിട്ട് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ സമൂസ ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത്, ഇത് ഞാൻ അവന് കൊണ്ടുപോകാനുള്ള സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെ അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, ചുട്ടെടുക്കാൻ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് നല്ല ഫ്രൈ ചെയ്ത് സമൂസ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം, പാനും ഓയിലും നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതുപോലെ നമ്മൾ സമൂസ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് പാന് നന്നായി ചൂടായിട്ട് വേണം ഇത്രയും ചെയ്യാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മതി, അത് റെഡി ആയിട്ട് വരുവേ. അപ്പോൾ ഇതാ നമ്മളെ ഇറച്ചിക്കായില്ലേ, അതും ഇവിടെ റെഡിയായി വന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഞാനൊരു മുളക് പൊടിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ടൊരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തോ. ഞാനിപ്പോൾ കറിവേപ്പില സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ഉപ്പും കൂടെ. അപ്പോൾ അതൊക്കെ എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കുക. റെഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മുളക് പൊടി തന്നെ അധികം സ്പൈസി കൊടുത്തേക്കണ്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കുറവാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കളറൊക്കെ ഉണ്ടാവും നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു മിക്സിലാണ് ഇട്ട് കൊടുത്തത്. 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ച് ആ ഒരു കളറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ട ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈ ഒരു ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഓയിലില്ലെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അതിൽ തന്നെ ഓയിലുണ്ട് കേട്ടോ. തിരിച്ചും നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കൊടുത്തയക്കാനുള്ളത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത് പിറ്റേ ദിവസം എത്തുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്രയും കേടുവരാനുള്ള ചാൻസ് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കിപ്പോൾ കഴിക്കാനുള്ളതാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി, ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ഇറച്ചിക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഇത് കണ്ടോ, നല്ല ക്രിസ്പി സമൂസയാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ മുന്നേ ഒരു ഐറ്റം കഴിഞ്ഞ റമദാനിൽ ഒരു ഐറ്റം കാണിച്ചു, മല്ലിയില 2 സൈഡിലും ആക്കിയിട്ടുള്ള. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറിൻ്റെ ശേഷം നമ്മളെ മാവ് ഇത് കണ്ടോ നല്ല കറക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പാലപ്പത്തിൻ്റെ മിക്സ്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. നിങ്ങൾ മാവ് അരക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് ടൈറ്റായിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെ മിക്സിൻ്റെ കൺസിസ്റ്റൻസി അറിയില്ലേ, അതിന് കണക്കായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചുടുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് റഫീഖ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റഫീഖയാണ് ടേബിളിൽ സംഭവങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കി വെച്ചത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചു, നിങ്ങൾ സെറ്റാക്കി. റഫീഖ നല്ല വൃത്തിയിൽ വെക്കും കേട്ടോ, എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് നല്ല റെഡിയാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ കണക്കാക്കിയിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് തരും. ഇനിയിപ്പോൾ ഇന്ന് ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ അങ്ങനെ 8ാമത്തെ നോമ്പും നല്ല റാഹത്തായിട്ട് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നോമ്പിനൊക്കെ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ രാവിലെ നമ്മൾ എണീക്കൂലേ, നമ്മൾ നേരത്തെ എണീക്കില്ല, എണീക്കുന്ന സമയത്ത് തൊട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കുക. എന്നാൽ പിന്നെ നമുക്ക് പകലിലെ ആ ഒരു ക്ഷീണം രാവിലത്തെ ആ വെള്ളത്തിൽ നമുക്ക് കിട്ടണം. അതിന് ശേഷം രാത്രിയിൽ നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തന്നെ കിടക്കുന്ന ടൈം വരെ വെള്ളം ഇടയ്ക്കിടെ കുടിക്കുക കേട്ടോ.
അല്ലെങ്കിൽ പല അസുഖങ്ങളും ക്ഷീണവും ഒക്കെ നമുക്ക് വരും. അമ്മാതിരി ചൂടല്ലേ. അപ്പോൾ ഇതിപ്പോൾ ദാ നമ്മളൊക്കെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് തറാവിയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ വെള്ളപ്പം ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇത് നേരത്തെ ചുട്ട് വെക്കാണ്ടിരുന്നതാണ് കേട്ടോ. ചുട്ട് വെച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ല ചൂടോടെ നമുക്ക് ആവശ്യത്തിനുള്ളത് ചുട്ടെടുത്താൽ മതിയല്ലോ. ബാക്കി മാവ് ഞാൻ രാവിലത്തേക്ക് മാറ്റി വെക്കും. ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് രാവിലത്തേക്കുള്ളത് രാവിലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ചുട്ടെടുക്കണ്ടല്ലോ വെറുതെ. അപ്പോഴത്തെ വിശപ്പിന് ഉള്ളതിനനുസരിച്ച് കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ ഒന്നൊക്കെ ഞാനൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ കുറേ നമുക്ക് നോമ്പ് വെക്കും, നോമ്പിലായിരിക്കുമ്പോൾ തോന്നും കുറേ വേണം എന്നൊക്കെ. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ടി വരില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത്രയും ചുട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ റെസിപ്പിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.